ഇറ്റ്സ് ആമി. വീണ്ടും ഒരു പൊങ്കൽ വ്ളോഗാണ്. ആന്റിന്റെ അവിടെ പൊങ്കലായിരുന്നു. അമ്പലത്തിലൊക്കെ പോയി തൊഴുതി. വൈകുന്നേരം മാവിളക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും എടുക്കും, കൂടുതലും കുട്ടികളായിരിക്കും. ഭംഗിയിൽ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പൊങ്കൽ നടക്കണ അമ്പലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെ അടുത്തുള്ള എല്ലാ അമ്പലത്തിലും നമ്മൾ റൗണ്ട് അടിച്ചിട്ട് അങ്ങനെ പിറ്റേന്നായിരുന്നു മെയിൻ പരിപാടി പൊങ്കൽ. അപ്പൊ പൊങ്കലൊക്കെ വെക്കാൻ തുടങ്ങി. ഇതായിരുന്നു നമ്മളുടെ പൊങ്കൽ. ദൈവത്തിന്റെ പേരിൽ നമ്മൾ 2 പൊങ്കൽ വെക്കും. അത് ആർക്കും വെക്കാന്നില്ല, എല്ലാവർക്കും നമുക്ക് പോയിട്ട് വെക്കാം. അത് ആദ്യം പൊങ്ങി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാത്തിലും അരി ഇടാൻ പറ്റുള്ളൂ. അതിലാദ്യം പൂജ ചെയ്ത് അരി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരുടെയിലും അരിയൊക്കെ ഇടാൻ പറ്റുള്ളൂ. സോ അതൊക്കെ പൂജയൊക്കെ കഴിഞ്ഞ് അതിൽ അരിയൊക്കെ ഇട്ടു. ഉമ്മയൊക്കെ പോയി അരിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ കയ്യിൽ അരിയൊക്കെ ഇടും. അത് ഞാനും ആന്റിയും ഒക്കെ കൂടി ഇട്ടു. അങ്ങനെ അരിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. ഒന്നാമത് പാലക്കാട് ഭയങ്കര ചൂടാണ്. കൂടാണ്ട് ഈ പുക ഉണ്ടായിരുന്നു അവിടുത്തെ. അങ്ങോട്ട് കണ്ണൊക്കെ എരിഞ്ഞ് ഭയങ്കര വേർത്ത് ഒരുമാതിരി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തമ്പോലൊക്കെ ഉണ്ടായിരുന്നു. കൊട്ടിന് പൊങ്കലൊക്കെ വെച്ച് നമ്മൾ അമ്പലത്തിന്റെ അകത്ത് പോയിട്ട് പൂജ ചെയ്യും. എല്ലാവരും പൂജക്കുള്ള സാധനങ്ങളും പൊങ്കൽ വെച്ചതൊക്കെ ഇലയിലിട്ട് പൂജ ചെയ്യും. ദൈവത്തിന്റെ പൊങ്കൽ എല്ലാവർക്കും കൊടുക്കും. അതാണ് നമ്മൾ വീട്ടിലൊക്കെ വന്ന് കഴിച്ചു. ആന്റി 2 മിക്സ് ചെയ്തിട്ട് കഴിച്ച് ടേസ്റ്റ് ഒക്കെ നോക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുംഭം എന്ന് പറയുന്ന സാധനം നമ്മൾ പുഴയിലേക്ക് ഒഴുക്കാൻ വേണ്ടി കൊണ്ടുപോകും. ദൈവത്തിന്റെ നമ്മൾ കുംഭം എടുക്കുന്ന ആൾക്കാരുടെ കാലിലൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് അവിടെ കുടത്തിൽ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ എല്ലാ വീട്ടിലും വരും. നമ്മളുടെ വീട്ടിൽ വന്ന് തേങ്ങ ഒക്കെ ഉടച്ചു. ഞാനും മാമനും ആന്റിയും ഒക്കെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കാലിലൊക്കെ. എന്നിട്ട് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നു. ഇത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളിതാ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഞാൻ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വീട്ടിലൊക്കെ വന്നത് എന്തൊക്കെയോ കാണിച്ചു. നല്ല രസമായിരുന്നു ഇങ്ങനെ ദൂരത്തുനിന്ന് കാണാം. പക്ഷെ അടുത്ത് വരുമ്പോൾ നല്ല പേടി. കരടിന്റെ ബൊമ്മ മാത്രമല്ലായിരുന്നു, ഇങ്ങനത്തെ കുറെ ബൊമ്മകൾ ഉണ്ടായിരുന്നു. ഗോറില്ല, പിന്നെ വേറൊരു സാധനം. നമ്മൾ അമ്പലത്തിന്റെ അവിടെ പോയി കൊട്ടൊക്കെ കണ്ടു. പിന്നെ ഒരാൾ ഇവിടെ ചില്ല് ചെയ്ത് ഡാൻസ് കളിക്കണം, പുതിയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട്. ഞാൻ കൂടെ വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ല. അപ്പൊ ഞാൻ പോയി വീഡിയോ ഒക്കെ എടുത്തു. കുറെ തവണ തലയിലൊക്കെ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. നമ്മൾ പുഴ എത്തുന്ന വരെ നടന്നു കൊണ്ടുപോകും കൊട്ടിയിട്ട്. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.